യുവ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ സൂര്യവംശിയെ പ്ലേയിങ് 11-ൽ കളിപ്പിക്കാത്തതിനുള്ള കാരണങ്ങൾ നിരത്തിയിരിക്കുകയാണ് കേട്ടോ. മുൻ സീനിയർ പ്ലെയേഴ്സിൻ്റെ റെക്കോർഡുകൾ ഭേദിക്കാതിരിക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സീനിയർ പ്ലെയേഴ്സിൻ്റെ അസൂയ കാരണവുമാണ് ഇപ്പം നിലവിൽ അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ ചാൻസ് കൊടുക്കാത്തത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ രണ്ടാം T20-ലും തഴഞ്ഞതിന് പിന്നാലെ വൻ ആരാധക രോഷവും ഉടലെടുത്തിരിക്കുകയാണ് കേട്ടോ. ആദ്യ കളിയിൽ നാണംകെട്ട തോൽവി നേരിട്ടതിന് ശേഷം 15-കാരനെ ടീമിലേക്ക് വിളിക്കുമെന്നുള്ള കരുതിയിട്ടായിരുന്നു ആരാധകർ ഇരുന്നിരുന്നത്. എന്നാൽ രണ്ടാമത്തെ കളിയിലെ ടോസ് കഴിഞ്ഞതോടുകൂടിയിട്ട് ടീം ലിസ്റ്റ് വന്നതിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. മുൻ ലോകോത്തര പ്ലെയേഴ്സ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള ഒരു പ്ലെയറിനെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം പ്ലേയിങ് 11-ൽ കളിപ്പിക്കാത്തത്. അവർ പറയുന്ന നിസ്സാര കാരണങ്ങളാണ്. സ്ഥിരതയായി കളിക്കുന്ന പ്ലെയേഴ്സിന് ചാൻസ് കൊടുക്കണം, അവരുടെ നിലനിർത്തിയിട്ട് വേണം ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള നിസ്സാരമായ കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഭവ് സൂര്യവംശിയാണ്. അത് അദ്ദേഹം IPL-ൽ തെളിയിച്ചതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കുന്നത് തന്നെ ഒരു റെക്കോർഡിലൂടെയായിരിക്കും. ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ പ്ലെയർ, ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ എന്നുള്ള ഒരു റെക്കോർഡ് സച്ചിൻ്റെ ഭേദിച്ചിട്ടായിരിക്കും അദ്ദേഹം ടീമിലേക്ക് വരുന്നത് തന്നെ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവ് വെച്ച് നോക്കുന്ന സമയത്ത് ഓരോ കളിയിലും പുതിയ റെക്കോർഡുകൾ പിറന്നുകൊണ്ടിരിക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള റെക്കോർഡുകൾ അത് എന്നും പറയാനൊരു മുതൽക്കൂട്ടായിട്ട് നിൽക്കേണ്ട സാഹചര്യത്തിൽ, പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം മുന്നിൽ കണ്ടിട്ട് പോലും അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവരാതെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ T20 നാണം കെട്ടി തോറ്റതിന് ശേഷം രണ്ടാമത് T20യും ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ വൈഭവിനെ പോലെ മുന്നിൽ നിന്ന് നയിക്കാൻ, പേടി കൂടാതെ നയിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ കൂടെ വേണമെന്നുള്ളതാണ്. സഞ്ജുവിന് പല പോരായ്മകളുണ്ട്. അദ്ദേഹത്തിന് പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഒരു സ്ഥിരതയില്ല എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 1 ഡൗൺ സ്ഥാനത്തേക്ക് മാറ്റി കളിപ്പിക്കുക വൈഭവിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഓരോ ഓപ്ഷനുകൾ ഉണ്ടായിട്ട് പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെയും തിലക് വർമ്മനെ പോലെ സ്ഥിരമായിട്ട് ഫോം ഔട്ടിൽ തുടരുന്ന ഒരു പ്ലെയറിനെ ടീമിലേക്ക് വീണ്ടും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങൾക്ക് ഉടലെടുത്തിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ T20-ൽ 2 പുതിയ താരങ്ങൾക്ക് ചാൻസ് കൊടുത്തിട്ടും ആ 2 താരങ്ങളിനെ പരിഗണിച്ച ഒരു പരിഗണന പോലും അവരെക്കാളും എന്തുകൊണ്ടും മികവാർന്ന സൂര്യവംശിയെ പരിഗണിക്കാതെ വിട്ടതെല്ലാം ശരിക്കും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് ഉടലെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അയർലാൻഡിൽ നടക്കുന്ന ഈ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പോയൊരു സാഹചര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സൂര്യവംശിയെ പോലുള്ളൊരു ബാറ്റ്സ്മാൻ അവിടെ കളിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ടും സൂര്യവംശിയെ കളിപ്പിക്കാത്തത് വലിയ നിരാശയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്.